ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു 5 പ്രീസെറ്റുകൾ ഞാനിവിടെ ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ദേ 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു 5 പ്രീസെറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗ്രേഡ് ചെയ്ത്, സിമ്പിളായിട്ടുള്ള ഗ്രേഡിംഗ് ആണ് കേട്ടോ. ഗ്രേഡ് ചെയ്ത് ലിങ്ക് ആക്കി ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈവിൻ്റെ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഓൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡൗൺലോഡ് ചെയ്യാത്തത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ ഡൗൺലോഡ് ആവും. സിപ്പ് ഫയൽ ആയിട്ടാണ് അത് ഡൗൺലോഡ് ആവുന്നത്. അതിനുശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കാണുന്ന ഫോൾഡറിനെ ഒന്ന് കോപ്പി ചെയ്യുക. ഒന്ന് കോപ്പി ചെയ്ത് എടുക്കുക. ഇതെവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങിയിട്ട് ആ ഫോൾഡറിൽ തന്നെ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഇതിനിങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് വരാം. ഇനി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫിൽറ്ററിൽ വന്നിട്ട് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ ഉണ്ട്. ഷിഫ്റ്റ് കൺട്രോൾ എ പ്രസ് ചെയ്താലും മതിയാവും കേട്ടോ. ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക. ക്യാമറ റോ ഫിൽറ്റർ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരെ ഈ വലത് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറ റോ ഫിൽറ്ററിൽ ഇവിടെ ആയിട്ടൊരു 3 കുത്ത് കാണാം. ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ലോഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഇവിടെ ഈ ഒരു ലോഡ് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഓൾറെഡി പ്രീസെറ്റ് എടുത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നമ്മൾ നേരത്തെ ഒരു ഫോൾഡർ കോപ്പി ചെയ്ത് വെച്ചില്ലേ, അതായത് ഈ ഒരു ഫോൾഡർ കോപ്പി ചെയ്ത് വെച്ചല്ലോ, ഇത് എവിടെയാണ് കിടക്കുന്നത്? ഡെസ്ക്ടോപ്പിൽ പ്രീസെറ്റ്സ് ഫോർ ഫോട്ടോഷോപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേത് എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങോട്ട് പോവുക. ഡെസ്ക്ടോപ്പിൽ പ്രീസെറ്റ്സ് ഫോർ ഫോട്ടോഷോപ്പിൽ ഇത് ഇവിടെ കിടപ്പുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രീസെറ്റ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ആദ്യം കാണുന്ന പ്രീസെറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇവിടെ താഴെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ടടാ, കണ്ടോ? ക്ലിക്ക് ചെയ്ത ഉടനെ അതങ്ങ് മൊത്തം അപ്ലൈ ആയി. ഇത്ര സിമ്പിൾ പരിപാടിയാണ്. പിന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോയുടെ കളറ് എങ്ങനെയാണോ, അതിൻ്റെ വൈറ്റ് ബാലൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടായിരിക്കും ബാക്കി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അത് നോക്കുക. എന്തെങ്കിലും കളർ കൂടുകയോ കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ കളർ മിക്സറിലും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളുണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കളറ് വീണ്ടും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പരിപാടി. ഇനി ഞാനിവിടെ ഈ 3 ഡോട്ട്സ് നോക്കിയിട്ട് റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോകും. എന്നിട്ട് ഒന്നും കൂടി ഞാൻ ലോഡ് ചെയ്യണം. അടുത്തത് നമുക്ക് വേറെ നോക്കാം. ഈ ഗ്രീൻ ബ്ലാക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തപ്പോൾ ഈ സ്കിന്നിൽ ഇത്രയും ഈ ഒരു റോസ് കളറാണ് കിടക്കുന്നുണ്ട്. ആ ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കളർ മിക്സറിൽ വന്നിട്ട് ഇവിടെ ഓറഞ്ച് കണ്ടോ, ഓറഞ്ചിൽ നിങ്ങൾക്ക് സാച്ചുറേഷൻ കുറച്ചൊന്നിങ്ങനെ കുറച്ചാൽ അതങ്ങ് മാറിപ്പോകും. കണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോട്ടോ ഓക്കെ ആക്കി എടുക്കാം. കണ്ടോ? ഇത്ര പരിപാടിയുള്ളൂ. ഇത് ഇങ്ങനെ ഇരുന്നതാണ്, അത് നമ്മൾ ഇങ്ങനെ ആക്കി. അപ്പോൾ ഈ പ്രീസെറ്റ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊള്ളുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.